സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക്. തൊഴിൽ തന്നെ കൊലയാളിയായി മാറുന്ന കാലം. അക്കാലത്താണ് ഞാനും നിങ്ങളും എല്ലാവരും ജീവിക്കുന്നത്. ജോലിഭാരം താങ്ങാനാവാതെ മരണത്തിലേക്ക് കൂപ്പുകുത്തുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. ഏറ്റവും ഒടുവിൽ അത്തരത്തിൽ മരണത്തിൽ അഭയം കണ്ടെത്തിയവരിൽ ഒരു പേര് കൂടി ചേർക്കപ്പെട്ടു: അന്ന സെബാസ്റ്റ്യൻ. പൂനെയിലെ ബഹുരാഷ്ട്ര കമ്പനിയായ ഈവയിൽ ജോലി ചെയ്യുകയായിരുന്നു അന്ന. ആദ്യ ജോലി തന്നെ യുവതിക്ക് അവസാന ജോലിയായി മാറി. ജോലി സ്ഥലത്തെ സമ്മർദ്ദമാണ് മരണത്തിന്റെ രൂപത്തിൽ അന്നയെ തേടിയെത്തിയത്. മഹാരാഷ്ട്രയിൽ തന്നെ ഇത്തരത്തിലുള്ള ആത്മഹത്യയുടെ ആദ്യ സംഭവമൊന്നുമല്ല അന്നയുടേത്. മാർച്ചിൽ IIM IIT ബിരുദധാരിയായ മക്കൻസി കൺസൾട്ടന്റ് ജോലി സ്ഥലത്തെ സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്തു. 2022 NCBRC കണക്കുകൾ പറയുന്നത് ഇത്തരം ആത്മഹത്യകളുടെ 13% മഹാരാഷ്ട്രയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ജോലിയുടെ പേരിൽ 2021 മാത്രം ആഴ്ചയിൽ 50ഓളം പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നു. 2021 സംസ്ഥാനതല കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്രയിൽ മാത്രം 677 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും ജോലി സമ്മർദ്ദം മൂലം 1.25 ലക്ഷത്തോളം പേരാണ് മരിക്കുന്നതെന്ന് കണക്കുകൾ പറയുന്നു. ഹൈദരാബാദിൽ 31കാരനായ രൂപ് കിഷോർ സിംഗ് സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായത് കഠിനമായ ജോലി സമ്മർദ്ദമാണ്. ജീവൻ ഒടുക്കും മുമ്പ് IT ജീവനക്കാരനായ യുവാവ് കുടുംബത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്റെ ജീവിതത്തിൽ താൻ അസ്വസ്ഥനാണെന്നും ജോലിയുടെ സമ്മർദ്ദം താങ്ങാനാവുന്നില്ലെന്നും സന്ദേശം അയച്ചിരുന്നു. അമിത് കുമാർ എന്ന വ്യക്തി മരിക്കുമ്പോൾ 4 പേജുള്ള കത്തെഴുതി വെച്ചു. ജോലി സ്ഥലത്തെ സമ്മർദ്ദം അയാൾക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. ഇവിടെ വ്യക്തികളുടെ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ. മരണകാരണങ്ങൾക്ക് ഒരേ നാമമാണ്. വൈറ്റ് കോളർ ജോബ് പലപ്പോഴും പലരുടെയും ജീവിതത്തിലെ മറ്റു നിറങ്ങളെ ഒറ്റയടിക്ക് ഒരു മുഴം കയറിലൊതുക്കും, അല്ലെങ്കിൽ ലഹരിയിൽ. അന്ന മരിച്ചതിനു ശേഷം അവരുടെ മാതാവ് കമ്പനിക്കൊരു ഇമെയിൽ അയച്ചിരുന്നു. തന്റെ മകൾ ജോലി സ്ഥലത്ത് അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾ അക്കമിട്ട് നിരത്തിയുള്ള കത്തായിരുന്നു അത്. ദീർഘനേരം ജോലി ചെയ്യേണ്ടി വന്ന മകൾക്ക് വലിയ മാനസിക പ്രയാസമുണ്ടായിരുന്നു. പലപ്പോഴും വൈകിയും ജോലി ചെയ്തിരുന്ന അന്നയ്ക്ക് ഉറക്കം കുറവായിരുന്നു. എന്നിട്ടും നല്ലൊരു ഭാവിക്ക് വേണ്ടി ഏത് ത്യാഗവും അനുഭവിക്കാൻ തയ്യാറായി നിതാന്ത പരിശ്രമത്തിലായിരുന്നു അന്ന. പക്ഷെ കൂടി വന്ന ജോലിഭാരം ഒടുക്കം അവളുടെ ജീവൻ എടുത്തു എന്ന് മാതാവ് കത്തിൽ പറയുന്നുണ്ട്. കോർപ്പറേറ്റുകളുടെ തൊഴിൽ സംസ്കാരമാണ് തങ്ങളുടെ മകളുടെ ജീവനെടുത്തതെന്ന് അവർ പറയുമ്പോൾ ആ കത്ത് മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ രാഷ്ട്രീയം കൂടി പറയുന്നുണ്ട്. അതൊരിക്കലും കാണാതിരുന്നുകൂടാ. കോർപ്പറേറ്റുകൾ വർഷങ്ങളായി പണിയെടുത്തതിന്റെ ഫലമാണ് ഇന്നീ കാണുന്ന സിസ്റ്റം. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയാണ് അവർക്ക് അനുയോജ്യനായ തൊഴിലാളിയെ നിർമ്മിച്ചെടുക്കുന്നത്. സ്വന്തം ചിന്താശേഷി പോലും മറ്റുള്ളവർ വിലക്കെടുക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിന് ഇടപെടാൻ ഒട്ടേറെയുണ്ട്. കാരണം ഇന്ത്യ നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ വിഷയമാണ് തൊഴിലിടങ്ങളിലെ ആത്മഹത്യ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേരും ജോലി സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുന്നവരാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഒരു കമ്പനിയിലെ 1000 തൊഴിലാളികൾ എടുത്താൽ അതിൽ 300-ലധികം പേരും മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഓരോ 10 വർഷവും ഒരാൾ എന്ന നിലയ്ക്ക് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. അതിൽ തന്നെ 10 മുതൽ 20 പേർ വരെ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുന്നവരാണ്. അടുത്തിടെ വന്ന എല്ലാ ഗവേഷണങ്ങളും സൂചിപ്പിക്കുന്നത് ജോലി സമ്മർദ്ദം മൂലമുള്ള ആത്മഹത്യയുടെ വർദ്ധിച്ച പ്രവണതയാണ്. ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിക്കാൻ പാകത്തിന് മുതലാളിമാർ എത്തിയിട്ടുണ്ട് എന്ന സംഗതി കൂടി കാണാതിരുന്നുകൂടാ. സ്വന്തം തൊഴിലിടത്തെ അനീതി ചോദ്യം ചെയ്താൽ ആ തൊഴിലാളിയെ കട്ട് ചെയ്ത് മറ്റൊരാളെ എഡിറ്റ് ചെയ്ത് കയറ്റുന്ന ഏമാന്മാരാണ് തൊഴിലാളിയെ കുറിച്ച് ആകുലപ്പെടുന്നത്. ഇവിടെ വെറും മുതലാളി മാത്രമല്ല കുറ്റവാളി എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയൊക്കെയാണ് എന്ന ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്ന സിസ്റ്റത്തിന് കാര്യമായ പങ്ക് ഓരോ ആത്മഹത്യയിലുമുണ്ട്. കോർപ്പറേറ്റുകൾ അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരന്റെ വിയർപ്പിന്റെ വിലയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സിസ്റ്റം. ആ സിസ്റ്റം ആമസോൺ മുതൽ ഇങ്ങോട്ട് ഈ കോഴിക്കോട്ടെ മിഠായി തെരുവ് വരെ നിവർന്ന് കിടപ്പുണ്ട്. ഇത് മാറുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിൽ ഇടപെടാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയൂ. അഴിച്ചുപണി തുടങ്ങുക എന്നത് ആവശ്യമാണ്. അത് കൃത്യമായി ചെയ്തേ പറ്റൂ. ജനങ്ങളുടെ ക്ഷേമമാണല്ലോ ജനാധിപത്യത്തിന് ഭൂഷണം. പൗരന്റെ ജീവന് സംരക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ ബാധ്യത തന്നെയാണ്. ഞാൻ വിചാരിച്ചാൽ വീട് നന്നായി, വീട് നന്നായാൽ സമൂഹം നന്നായി, സമൂഹം നന്നായാൽ നാട് നന്നായി എന്ന വേദവാക്യം തൊഴിലാക്കുന്ന കാലം കഴിഞ്ഞു. ഇത് പ്രാക്ടിക്കൽ ലൈഫാണ്. ഇവിടെ എല്ലാം ലൈവാണ്.